ഞങ്ങൾക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ആ സന്തോഷം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നതാണ് ഈ വീഡിയോ. ഒരു പ്രസവത്തിന് അയക്കൽ ചടങ്ങാണ് തത്തമംഗലം അമ്മായിൻ്റെ വീട്ടിൽ. രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ ബന്ധുക്കാരൊക്കെ വന്നു. നല്ല ചൂടുള്ള സമയമായിരുന്നു. വെള്ളം കലക്കി കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ പെങ്ങളുകുട്ടിയാണ്. എല്ലാവരും ഓടി പണിയൊക്കെ ചെയ്യാൻ വേണ്ടി രാവിലെ നേരത്തെ വന്നാണ്. വീഡിയോയിൽ ഒളിഞ്ഞു നിന്ന ആളിനെ കുറിച്ച് ലാസ്റ്റ് പറയാം. പരിപാടി ഒരു 12 മണിയാകുമ്പോഴേക്കും പരിപാടിയൊക്കെ തുടങ്ങി. ചെറുതായി വളയിടുന്ന പോലത്തെ ഒരു ചടങ്ങൊക്കെ നടത്താൻ പരിപാടിയൊക്കെ ഉണ്ട്. തമിഴ്നാട് ഭാഗത്താണ് ഈ പരിപാടിയൊക്കെ കാണാറുള്ളത്. ചേച്ചീൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ തമിഴ്നാടൊക്കെ പോയി ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പരിപാടി അത്രത്തോളം വരില്ലെങ്കിലും ചെറുതായിട്ട് ആഘോഷിക്കാൻ പറഞ്ഞിട്ടാണ്. പരിപാടീൻ്റെ ഒരുക്കത്തിലാണ്. ചെറിയ ഇതുള്ള പരിപാടിയാണ്. വളകളും സാധനങ്ങളൊക്കെ ഇന്ന് രാവിലെ പോയി വാങ്ങിയിട്ട് വന്നതാണ്. എന്ത് പരിപാടികളും ഒരു തിരക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിപാടി വിജയിക്കുള്ളൂ എന്നതാണ് വിജയം. അങ്ങനെ പരിപാടിയൊക്കെ തമ്മിലെല്ലാം തുടങ്ങിയതാ. എന്തായാലും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പരിപാടി എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം പരിപാടിയൊക്കെ ഇതാ തുടങ്ങി. ചന്ദനവും കുങ്കുമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബൈജു ബ്രദർ. ആദ്യം അമ്മായിയാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത്. അമ്മായിക്ക് ഏകദേശം ഈ പരിപാടിയെക്കുറിച്ചൊക്കെ അറിയാം. കാരണം എൻ്റെ ചെറുപ്പകാലത്ത് മാമനും അമ്മയൊക്കെ തമിഴ്നാട് ഭവാനി ഭാഗത്താണ് ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമൊക്കെ ആയിരുന്നു. ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയിൽ കല്യാണം അറ്റൻഡ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എത്തുമ്പോഴേക്കും പരിപാടി ഏകദേശം പകുതിയായി. പിന്നെ ഫോൺ ഇവിടെ കൊടുത്തിട്ട് പോയ കാരണം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന 7-ാം മാസം പ്രസവത്തിന് വിളിച്ചിട്ടുണ്ട് പോകുന്ന ചടങ്ങാണ്. പരിപാടിയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നടത്താം. നമ്മുടെ സന്തോഷം എങ്ങനെയാണ് അതുപോലെയാണ്. ഓരോ ദേശത്ത് ഓരോ രീതിയിലാണ് പരിപാടി നടത്തുന്നത്. അതുപോലെ തന്നെ 7-ാം മാസം നടക്കുന്ന വേറൊരു ചടങ്ങാണ് വിൽത്തറ കൊണ്ടുവരുന്ന ചടങ്ങ്. അത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. എനിക്കൊന്നും വരാൻ പറ്റില്ല. കുടുംബത്തിനെയാണ് അയച്ചത്. അത് നല്ലൊരു പരിപാടിയായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണ് പറയുന്നത്, ഞങ്ങൾ ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞങ്ങളുടെ അച്ഛമ്മനെയാണ്. അച്ഛമ്മ ഈ നിമിഷം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി സത്യം പറഞ്ഞാൽ. പിന്നെ അമ്മായിൻ്റെ ചടങ്ങ് കഴിഞ്ഞതാ. ബൈജുവിൻ്റെ മേമയാണ്. മേമ, അമ്മായിമാർ, ഞങ്ങളുടെ ചെറിയമ്മമാർ, അമ്മായിമാർ, ഏട്ടന്മാർ, ചേച്ചിമാർ, പെങ്ങന്മാർ, അങ്ങനെ എല്ലാവരും ചന്ദനവും കുങ്കുമൊക്കെ തേച്ച് കൊടുത്തു. നന്നായി അനുഗ്രഹിച്ചു. പരിപാടി നല്ല അടിപൊളിയാക്കി. അങ്ങനെ പരിപാടി ഏകദേശം കഴിയാറായി. പരിപാടി കഴിയുമ്പോൾ ഏകദേശം കയ്യിൽ വളയൊക്കെ ഫുള്ളാവും എന്നാണ് ചടങ്ങ്. ഇത് രമ്യൻ്റെ അമ്മയാണ്. ഇത് എൻ്റെ അമ്മ. എല്ലാവരും അവരും കൊണ്ട് ആവണ പോലെയൊക്കെ നല്ല രീതിയിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഐജു. പരിപാടിയൊന്നും അറിയില്ല. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. പെങ്ങന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. പെങ്ങന്മാർ, അമ്മായിമാരൊക്കെ നിൽക്കുന്നുണ്ട്. ആൾക്കറിയുന്ന പോലെയൊക്കെ ചെയ്ത് വിടുന്നു. പിന്നെ എന്താ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആളിനെ എപ്പോൾ കാണുമ്പോൾ തലയിലൊരു തൊപ്പി ഉണ്ടാവും. ഏത് വേൽപ്പറമ്പിൽ പോയാലും ആളിനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊരു സവിശേഷത കൂടിയുണ്ട് ഇയാൾക്ക്.
നമ്മുടെ മേഖലയിലാണ് ആൾ ഡ്യൂട്ടി ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ മേഖലയാണ്. അതിനുശേഷം ഓരോ ചേച്ചിമാരിങ്ങനെ വന്നു. രമീൻ്റെ വീട്ടുകാരാണെന്ന് തോന്നുന്നു, നമുക്കറിയില്ല. പ്ലാസ്റ്റിക് കുപ്പിവളയാണെന്ന് തോന്നുന്നു, ഞാൻ ശരിക്കും നേരെ കണ്ടില്ല എന്താണെന്ന്. അതിന് കുപ്പിവളയാണോ എന്നും അറിയില്ല. തിരക്കായി ഞങ്ങളൊന്നും പോകാനൊന്നും പറ്റില്ല. ഞാൻ വീട്ടിൽ വളിയിലായിരുന്നു. കണ്ണാടിയത്തെ ചേച്ചിയാണ്. ഞങ്ങൾ ചെറിയ പെങ്ങൾ അരുന്ധതി 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് വാങ്ങിയ ആളാണ്. ഞങ്ങളുടെ ഏടത്തിയമ്മ. ഇയാളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയും. ഇപ്പം മീഷോയിൽ പുതിയതായിട്ട് ഇറങ്ങിയൊരു ഡ്രസ്സാണ് തോന്നുന്നത്. എവിടെ പോലും ഈ ഡ്രസ്സ് തന്നെയാണ് കാണുന്നത്. ഇത് ഒരു അടുത്തിമയാണ്. ഇത് ഞങ്ങളുടെ മാമൻ തിരക്കിലായിരുന്നു. അവിടെ ഭക്ഷണമൊക്കെ വളമുണ്ട്, അവിടെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാനൊക്കെ പോയതാണ്. മാമൻ ഒരു തിരക്കുള്ള വ്യക്തിയാണ്. എല്ലാവരും തിരക്കൊക്കെ കഴിഞ്ഞ് മെല്ലെ വന്നാണ്. ഇത് ഞങ്ങളുടെ ഒരു പെങ്ങൾ അമൃത. രാവിലെ വന്നാണ് രണ്ടുപേരും കൂടി, ചേച്ചി അനിയത്തിയും കൂടി പരിപാടിയൊക്കെ സൂപ്പറാക്കാൻ വേണ്ടി. അതിനിടയിൽ മകന് വിശക്കണമെന്ന് പറഞ്ഞ് മെല്ലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. നെയ്ച്ചോറും ചിക്കനും കായ്ച്ചാറുമായിരുന്നു. കുറച്ച് പേര് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങി. ചേച്ചീൻ്റെ വീട്ടുകാരാണ്. അതിനിടയിൽ കുറച്ച് പരിപാടി മെല്ലെ നടക്കുന്നുണ്ടായിരുന്നു. തിരക്കൊക്കെ ഒഴിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ പോയി. ചേട്ടൻ്റെ കുട്ടിയാണ്. അവിടെ പിന്നെ ഫോട്ടോ ഒക്കെ നന്നായി പോസ്റ്റ് ചെയ്യാനൊക്കെ വരും. ഇതാവും തമ്മിലുള്ള കാര്യമാണ്. കുട്ടികളുടെ ഭാഷ കുട്ടികൾക്ക് അറിയുള്ളൂ. പല്ല് കാണിക്കേ പറയണമെന്ന് തോന്നുന്നു. പല്ല് പോയിൻ്റെ അതിൻ്റെ. ഞങ്ങളൊരു സെൽഫി എടുക്കാൻ അവന് പ്ലാൻ ചെയ്തതാണ്. ഹായ്. അത് കഴിഞ്ഞ് അവിടെ ഒരു പേരാൽ ചോട്ടിൽ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി മെല്ലെ ഇറങ്ങി. നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. അവിടെ പൊങ്കലൊക്കെ കഴിക്കുന്ന സ്ഥലമാണ്. നല്ല സീനറിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാം. അതൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങാനുള്ള സമയമായി. അച്ഛനമ്മേൻ്റെയും കാനമ്മൻ്റെയൊക്കെ കാല് പിടിച്ച് മെല്ലെ ഇറങ്ങലാണ്. അതിനൊരു മുട്ടായി വിതരണമുണ്ട്. ഞാൻ കുട്ടിയായ അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് മുട്ടായി തന്നില്ല കേട്ടോ. ഞാൻ മുട്ടായി എടുത്തു. തിരക്കല്ലേ. ഇറങ്ങുന്ന സമയത്ത് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. ചൂടിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇറങ്ങി അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി തൊഴുതി മെല്ലെ യാത്രയായി. അതൊക്കെ കഴിഞ്ഞ് ഇത്തിരി ലാസ്റ്റ് ഭക്ഷണം കഴിക്കാനുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ പരിപാടിയൊക്കെ പിന്നെ അങ്ങനെ അടിപൊളി സൂപ്പറായി. അങ്ങനെ അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.